സോ നമ്മൾ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ജീൻ പ്രോഡക്റ്റിന് മേ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ എഫക്റ്റ്. ഒരു ജീനിന് ഒന്നിലധികം എഫക്റ്റ് നൽകാനുള്ള കഴിവുണ്ട്. സോ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാർച്ച് സിന്തസിസ്. സ്റ്റാർച്ചിൻ്റെ സിന്തസൈസ് പീ സീഡിൽ സ്റ്റാർച്ചിൻ്റെ സിന്തസൈസിനെ കൺട്രോൾ ചെയ്യണ ജീന് ഒരു ജീൻ. നമ്മൾ പറഞ്ഞു ഒരു ജീനിന് ഒന്നിലധികം എഫക്റ്റ് തരാനുള്ള കഴിവുണ്ട് പ്ലിയോട്രോപ്പിയിൽ നമ്മൾ പറഞ്ഞു. സോ അതുപോലെ സ്റ്റാർച്ചിൻ്റെ സിന്തസൈസ് പീ സീഡിൽ സ്റ്റാർച്ചിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീനാണ്. ആ ജീനിന് 2 അലീലുകളുണ്ട്. സോ സ്റ്റാർ സിന്തസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ 2 അലീലുകളാണ് ക്യാപിറ്റൽ ബി, സ്മോൾ ബി. സോ സ്റ്റാർച്ചിൻ്റെ സൈസ് അല്ലെങ്കിൽ സിന്തസിസിനെ സ്റ്റാർച്ചിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ 2 അലീലുകളാണ് ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ബി ഹോമോസൈഗോട്സ് കണ്ടീഷനിൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ വരികയാണെങ്കിൽ ഇങ്ങനത്തെ അലീലായിട്ടാണ് സ്റ്റാർച്ച്. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് സ്റ്റാർച്ച് സിന്തസൈസിനെ സഹായിക്കുന്ന ജീനാണ്, അലീലുകളാണ്. അത് ബി എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വരികയാണെങ്കിൽ ആ സ്റ്റാർച്ചിൻ്റെ ഗ്രെയിൻസിൻ്റെ സൈസ് കൂടുതലായിരിക്കും. സോ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും ക്യാപിറ്റൽ ബി ഹോമോസൈഗോട്ട് കണ്ടീഷനിൽ വരികയാണെങ്കിൽ. അതേസമയം സ്മോൾ ബി ഹോമോസൈഗോട്ട് കണ്ടീഷനിൽ വരികയാണെങ്കിൽ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ സൈസ് ചെറുതായിരിക്കും, സ്മോളർ ആയിരിക്കും. സോ ക്യാപിറ്റൽ ബി എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ സൈസ് വലുതും സ്മോൾ ബി എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ സൈസ് ചെറുതുമായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞത് സ്മോൾ ബി എന്ന് പറഞ്ഞതിൻ്റെയും സൈസ് എങ്ങനെയാണ് വേരി ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തന്നെ ഈ സ്റ്റാർച്ചിൻ്റെ ഗ്രെയിൻസിൻ്റെ സൈസ് തന്നെ കുറച്ച് കഴിഞ്ഞാൽ മെച്ചുവേർഡ് ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ ആഫ്റ്റർ മെച്ചുറേഷൻ നമ്മുടെ സ്റ്റാർച്ചിൻ്റെ സീഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്യാപിറ്റൽ ബി സീഡിൻ്റെ ഷേപ്പ് മാറാൻ തുടങ്ങും. സോ നമ്മളിപ്പോൾ പറഞ്ഞ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി, സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻ എന്ന് പറയുന്നത് സ്മോൾ ബി ആയിരുന്നു. എന്നാൽ മെച്ചുറേഷന് ശേഷം ഈ സീഡ് ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ സീഡ് അത് റൗണ്ട് ഷേപ്പായി മാറുകയും സ്മോൾ ബി എന്ന് പറഞ്ഞ സീഡ്സ് റിങ്കിൾഡ് ഷേപ്പായിട്ട് മാറും. അതായത് ക്യാപിറ്റൽ ബി എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ റൗണ്ട് ഷേപ്പും സ്മോൾ ബി എന്ന് പറയുന്നത് റിങ്കിൾഡ് ഷേപ്പായിട്ട് മാറും. സോ സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യണു. നേരത്തെ എന്തായിരുന്നു? സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്തു. എന്ത്? സെയിം ജീൻ. ആ സെയിം ജീനിലെ 2 അലീലുകൾ ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ബി. സോ അതേ ജീനിൽ ഈ അലീലുകൾ സൈസിനെ കൺട്രോൾ ചെയ്തു. മെച്ചുർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സീഡിൻ്റെ ഷേപ്പിനെ കൺട്രോൾ ചെയ്യണു. സോ ഷേപ്പിൽ ബി എന്ന് പറയുന്നത് റൗണ്ടും സ്മോൾ ബി എന്ന് പറയുന്നത് റിങ്കിൾഡായി. അതിൽ തന്നെ നമ്മൾ സീഡിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞത് ഡോമിനൻറ്റും സ്മോൾ ബി എന്ന് പറഞ്ഞത് റെസിസീവാണ്. നമ്മൾ മെൻ്റലിൻ്റെ ക്യാരക്ടർ സ്റ്റഡി ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ ബി ഡോമിനൻറ്റും സ്മോൾ ബി റെസിസീവാണ്. സോ സൈസ് കൺട്രോൾ ചെയ്ത അതേ ജീൻ തന്നെ ഷേപ്പിനെയും കൺട്രോൾ ചെയ്യണം. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൽ ഹെട്രോസൈഗോട്ട് കണ്ടീഷനിലാണ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെട്രോസൈഗോട്ട്സ് പ്രൊഡ്യൂസ് റൗണ്ട് സീഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ റൗണ്ട് സീ ആണെന്ന് പറഞ്ഞു. സ്മോൾ ബി ആണെങ്കിൽ റിങ്കിൾഡ് ആണെന്ന് പറഞ്ഞു. അതേസമയം ക്യാപിറ്റൽ ബി സ്മോൾ ബി അതാണ് ഹെട്രോസൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റൗണ്ട് സീഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ക്യാപിറ്റൽ ബി ഡോമിനൻ്റ് ഓവർ സ്മോൾ ബി. സോ ബി സീംസ് ടു ബി ഡോമിനൻ്റ് അലീലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹെട്രോസൈഗോട്ട് കണ്ടീഷനിൽ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്നുള്ളത് റൗണ്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർച്ച് ഗ്രെയിൻ നമ്മൾ ഇത് റൗണ്ടാണ്, ഇത് റിങ്കിൾഡാണ്. ഇനി നമ്മൾ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുന്നത് എന്താണ്? റൗണ്ട് ഷേപ്പാണ്. കാരണം ക്യാപിറ്റൽ ബി സ്മോൾ ബീനെ ഡോമിനേറ്റ് ചെയ്യുന്നു. എന്തിൻ്റെ കേസിൽ? ഷേപ്പിൻ്റെ കേസിൽ. അതേസമയം സ്റ്റാർച്ച് ഗ്രെയിൻ ക്യാപിറ്റൽ ബി സ്മോൾ ബി സീഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൈസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ പറയുമ്പോൾ അത് ഇൻ്റർമീഡിയറ്റ് സൈസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്യാപിറ്റൽ ബി ഹോമോസൈഗസ് ലാർജ് ആണെന്ന് പറഞ്ഞു. എന്നാൽ സ്മോൾ ബി എന്ന് പറയുന്നത് സ്മോളർ ആണെന്ന് പറഞ്ഞു. സോ സൈസ് വൈസ് നോക്കുമ്പോൾ ക്യാപിറ്റൽ ബി വലിയ സ്റ്റാർച്ച് ഗ്രെയിനും സ്മോൾ ബി സ്മോളർ സ്റ്റാർച്ച് ഗ്രെയിനാണ്. എന്നാൽ അതിൻ്റെ സ്റ്റാർച്ച് ഗ്രെയിൻ ക്യാപിറ്റൽ ബി സ്മോൾ ബി ഇൻ്റർമീഡിയറ്റ് സൈസാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കണേ? ഇൻ്റർമീഡിയറ്റ് സൈസിന് പകരം ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക? സാധാരണ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഷേപ്പ് എന്താണ്? ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണേ. പക്ഷേ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറഞ്ഞ സീഡ് ഇൻ്റർമീഡിയറ്റ് സൈസ്, രണ്ടിൻ്റെയും ഇടയിലുള്ള സൈസ്, വലുതുമല്ല ചെറുതുമല്ല,
ഇടയിലുള്ള സൈസാണ് കിട്ടുന്നത്, ഇൻ്റർമീഡിയറ്റ് സൈസാണ് കിട്ടിയത്. അതുകൊണ്ട് ഇഫ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ്, സ്റ്റാർച്ചിൻ്റെ സൈസ്, സ്റ്റാർച്ച് ഗ്രെയിൻ്റെ സൈസാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ആസ് ഫിനോടൈപ്പ് കൺസിഡേർഡ്, സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ സൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ അലീൽസ് ഷോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അവിടെ ഈ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറഞ്ഞതിൽ ഇത് ലാർജ് സൈസ് ഗ്രെയിൻ അല്ല കിട്ടുന്നത്. ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സൈസാണ് കിട്ടുന്നത്. ഇൻ്റർമീഡിയറ്റ് സൈസ് ഗ്രെയിൻ കിട്ടുന്നത് അവിടെ കാണിക്കുന്നത് അലീൽസ് ഷോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. സോ നമ്മൾ മെൻ്റൽ പറഞ്ഞ ഡോമിനൻസിന് എക്സെപ്ഷൻ റോളുകൾ ഇവിടെയും വരികയാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇൻസ്റ്റഡ് എന്താ, വലിയ സൈസിന് പകരം അതെന്നാൽ ഇൻ്റർമീഡിയറ്റ് സൈസാണ്. ലാർജ് സൈസിന് പകരം ഇത് ഇൻ്റർമീഡിയറ്റ് സൈസായിട്ട് വരുന്നു. കാരണം എന്താണ്, അതെന്ത് ഡോമിനൻസാണ് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. സോ ഒരേ ജീൻ തന്നെ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിനെ കൺട്രോൾ ചെയ്യണു, അതായത് BB. അതേ ജീൻ തന്നെ ഷേപ്പിനെയും കൺട്രോൾ ചെയ്യണു, റൗണ്ട് റിങ്കിൾഡ്. അത് തന്നെ മെച്ചുർ ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഈ പറഞ്ഞ ജീനിനെ ഈ പറഞ്ഞ ഷേപ്പിനെ കൺട്രോൾ ചെയ്യണു. അതിനു മുമ്പ് അതെന്തായിട്ട് സൈസിന്. സോ സൈസിനെയും ഷേപ്പിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെയിം ജീനാണ്. പീ സീഡ്സിൽ സ്റ്റാർച്ച് സിന്തസൈസിനെ കൺട്രോൾ ചെയ്യണു, അതിൽ സ്റ്റാർച്ചിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യണു, അതിൻ്റെ സീഡിൻ്റെ ഷേപ്പിനെയും കൺട്രോൾ ചെയ്യണു. അതേസമയം ഇങ്ങനൊരു സിറ്റുവേഷനിൽ സ്റ്റാർച്ചിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഷേപ്പിൻ്റെ കേസിൽ അത് നോർമൽ ഡോമിനൻസ് ആണ്, ക്യാപിറ്റൽ ബി ഡോമിനൻ്റ് ഓവർ സ്മോൾ ബി. അപ്പോൾ റൗണ്ട് ഷേപ്പ്, റിങ്കിൾഡ് ഷേപ്പ്. സോ ഒരു ജീനിൽ തന്നെ ഒന്നിലധികം ഫീനോടൈപ്പിക് എഫക്റ്റുകൾ വരും. നമ്മൾ പറഞ്ഞ പ്ലിയോട്രോപ്പി. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഡോമിനൻസി എന്ന് പറഞ്ഞാൽ മെൻ്റലിൻ്റെ ആ ഫാക്ടർ, ലോ ഓഫ് ഡോമിനൻസ്. സോ ദെർഫോർ ഡോമിനൻസ് ഈസ് നോട്ട് ആൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ ഓർ ദ പ്രോഡക്റ്റ്. ഏത് ഇൻഫർമേഷനാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ജീന് ഒരു ഓട്ടോണോമസ് ആയിട്ട് അതിൻ്റെ മാത്രമായിട്ടൊരു ഫീച്ചറാണെന്ന് എന്തിനാ പറയാൻ പറ്റില്ല? നമ്മുടെ ഡോമിനൻസ്. ഈ ഡോമിനൻസ് എന്ന് പറഞ്ഞത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജീൻ്റെ എഫക്റ്റ്, അതിൻ്റെ അലീൽ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കാം. ചിലപ്പോൾ അത് കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കാം, ചിലപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കാം, ചിലപ്പോൾ അത് കോ ഡോമിനൻസ് കാണിക്കാം. സോ ഡോമിനൻസ് എന്ന് പറഞ്ഞത് ഒരു ജീനിൻ്റെ ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ല. സോ അതായത് പറഞ്ഞത് മോർ ദാൻ വൺ ഫീനോടൈപ്പ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സെയിം ജീൻ. ഒരു ജീനിനെ ഇൻഫ്ലുവൻസ് ചെയ്യണ ഒന്നിലധികം ഫീനോടൈപ്പുകളും ട്രീറ്റുകളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഫീച്ചറല്ല. അതാണ് നമ്മൾ പ്ലിയോട്രോപ്പി. ഒരു ജീനിന് ഒന്നിലധികം ഫീനോടൈപ്പിക് അല്ലെങ്കിൽ എഫക്റ്റുകൾ അല്ലെങ്കിൽ ട്രീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ സ്റ്റാർച്ച് സിന്തസൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെയിം ജീനാണ്. അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യണത് സെയിം ജീനാണ്. ഒരു കേസിൽ അത് കംപ്ലീറ്റ് ഷേപ്പിൻ്റെ കേസിൽ അത് കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു, സൈസിൻ്റെ ഇൻ്റർമീഡിയറ്റ് സൈസായിട്ട് ഈ ഹെട്രോസൈഗസ് കാണിക്കുന്നു. അപ്പോൾ അതെന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. സോ ഒരു ജീനിന് ഒന്നിലധികം ഫീനോടൈപ്പിക് എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് നമ്മൾ പറഞ്ഞ പ്ലിയോട്രോപ്പി.